എന്താണ് ഓട്ടോ റൈറ്റിംഗ്? രസകരമായ ഒരു യാത്രയാണ് ഈ ആത്മാക്കളും മനുഷ്യരുമായിട്ടുള്ള ബന്ധം. അവർ ഭൂമിയിൽ നിന്നും ശരീരം വിട്ടു പോയിരുന്നാലും അവരുടെ എനർജി ഈ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കും. ചേട്ടനിപ്പോൾ പറയുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചേട്ടന് പറ്റും എന്നാണോ? ഞാനതാണ് ചെയ്യുന്നത്. ഇത് ബുദ്ധിമുട്ട് മാത്രമാണോ ഈ ആത്മാക്കൾ ഉണ്ടാക്കുന്നത്? ആ സമയത്ത് ഈ എനർജി അവിടെ ഉണ്ടെങ്കിൽ വീടോ വസ്തുവോ അത് വിറ്റുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ? എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ സഫലമായിട്ടാണോ പോകുന്നത്? നമസ്കാരം, അമേസിംഗ് റെയിലേക്ക് സ്വാഗതം. നിങ്ങൾ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വേണു വടുവത്താണ്. ആളൊരു ഓട്ടോ റൈറ്ററാണ്, സൈക്കിക് ഓട്ടോ റൈറ്ററാണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്താണ് ഈ ഓട്ടോ റൈറ്റിംഗ് എന്ന്. ചേട്ടാ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് ഓട്ടോ റൈറ്റിംഗ്? ഈ ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ സൈക്കിക് ഓട്ടോ റൈറ്റിംഗ് ആണ് പറയുന്നത്. അതായത് സ്പിരിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആത്മാക്കളുമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതി. അനേകം രീതികളുണ്ട്, അതിലൊരു രീതിയാണ് ഈ ഓട്ടോ റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ ആത്മാവിനെ അവരുടെ മൈൻഡ് റീഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന പേന കൊണ്ട് നമ്മളിലൂടെ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഓട്ടോ റൈറ്റിംഗ് മെത്തേഡ്. അപ്പോൾ ചേട്ടൻ ഈ ആത്മാക്കളെ പറ്റി ഗവേഷണം നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 10-20 വർഷം കഴിഞ്ഞു. എനിക്കൊരു കൗതുകം കൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിൽ വന്നത്. പക്ഷേ അതൊരു രസകരമായ ഒരു യാത്രയാണ് ഈ ആത്മാക്കളും മനുഷ്യരുമായിട്ടുള്ള ബന്ധം. നമ്മുടെ നിത്യജീവിതങ്ങളിൽ പലപ്പോഴും വന്നു പോകുന്ന ഒരു ഗസ്റ്റാണ് ഈ ആത്മാക്കളെന്ന് പറയുന്നത്. അവർ ഭൂമിയിൽ നിന്നും ശരീരം വിട്ടു പോയിരുന്നാലും അവരുടെ എനർജി ഈ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കും. അവരുമായി വേണ്ടപ്പെട്ട നേരത്തെ ബന്ധമുള്ള ആൾക്കാരായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ അത് എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അറിയാവുന്നുള്ള കുറച്ച് ആൾക്കാർ ഇന്നുമുണ്ട്. ഇത് സാധാരണ ആൾക്കാർക്കും അങ്ങനെ ഫീൽ ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും സത്യമാണോ? അത് എല്ലാം അത് തന്നെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ നമ്മളെ നോർമലായിരിക്കുന്ന ഒരു വ്യക്തി നോർമലല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അത് എല്ലാം ഈ ഔട്ട്സൈഡ് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് മാനസികമായുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനെ അവർ തനിയെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പെരുമാറുന്നവർ അത് നമ്മൾ തിരിച്ചറിയണം. അത് മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തിയാണോ, അത് ഇതെനക്ക് ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ അത് സംഭവിക്കുന്നത് എന്നുള്ളത്. ചില ആത്മാക്കൾ താമസിക്കുന്ന വീടുകളിൽ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ട് മാത്രമാണോ ഈ ആത്മാക്കൾ ഉണ്ടാക്കുന്നത്? ശരിക്കും ഈ ചില വീടുകളിലെന്ന് പറയുമ്പോഴത്തേക്കും 2-3 രീതിയിലാണ് ആത്മാക്കളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത്. ഒന്ന്, ചില പഴയ വീടുകളിൽ ഈ ആത്മാക്കളുടെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടുകളിൽ താമസിച്ച് വളർന്ന ആൾക്കാർ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, ഇത്തരം ആൾക്കാരുടെ ആത്മാക്കളാണ് കൂടുതലും അവിടെ തങ്ങി നിൽക്കാറ് കൂടുതലും. കാരണം ചില വീടുകൾ തന്നെ നമ്മൾ വിൽക്കാൻ നോക്കിയാൽ നടക്കാത്ത ഒരവസ്ഥ വരും. കാരണം ഈ കാരണവന്മാരാരും തന്നെ ഒരു വീട് വയ്ക്കുന്നത് വിൽക്കാനല്ല, അവർ കുടുംബങ്ങൾ ജീവിതകാലം മുഴുവനും താമസിക്കാൻ വേണ്ടി, പരമ്പരകൾ താമസിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരിക്കലും അവർക്കത് വിൽക്കണമെന്നൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഇരുന്ന് അവർ മരിച്ചും പോവും.
പിന്നെ പിൽക്കാലത്ത് വരുന്ന അവരുടെ മക്കളോ ചെറുമക്കളോ ഒക്കെ ആവശ്യം ആ വീട് വേണ്ടാന്ന് തോന്നുകയും ചിലപ്പോൾ അവർ വിൽക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ഈ എനർജി അവിടെ ഉണ്ടെങ്കിൽ ആ വസ്തു വീടോ വസ്തുവോ അത് വിറ്റ് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. കാരണം വാങ്ങാൻ വരുന്ന ആളിന് കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല. അഥവാ എന്തെങ്കിലും രീതിയിൽ അത് വാങ്ങിയാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ വാങ്ങുന്ന വീട്ടുകാർക്ക് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയ ഉറക്കം വരില്ല. ഒരു വീട് വാങ്ങിയതിന് ശേഷം പല പ്രശ്നങ്ങളും അവർക്ക് തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ ഇത്തരം ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നാൽ അത് സംഭവിക്കും. അതിന് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? അത് സാധാരണ ഈ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി അല്ലാതെ മാന്ത്രികന്മാരുടെ അടുത്ത് പോയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യേണ്ട ഒരു മാർഗ്ഗമുണ്ട് നമുക്ക്. ആ രീതിയിലാണ് അത് റീഡ് ചെയ്യുന്നത്. റീഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോ റൈറ്റിംഗ് ഒന്നുണ്ട്, പിന്നെ ഡൗസർ റീഡ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതെല്ലാം വെച്ചാണ് നമ്മളത് നോക്കി അവിടെ അങ്ങനെ ഒരു സോളുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ ആവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ആവശ്യം പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ച് കൊടുത്ത് അതിനെ പറഞ്ഞു വിടും. ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ പറയുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചേട്ടന് പറ്റും എന്നാണോ? ഞാനതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. ഇല്ല. അപ്പോൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവർക്കും കൂടെ താല്പര്യം വേണമല്ലോ. ആ സോളിനും താല്പര്യം വേണം. എങ്കിൽ നമുക്ക് അത് കാര്യങ്ങൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഈ ആത്മാക്കൾ സ്വാധീനിക്കുന്നത്? ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസികമായിട്ട് ദുർബലമായ ആൾക്കാരുണ്ട്. അതായത് മനസ്സിന് ഒരു ബലമില്ലാത്ത ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അത്തരം ചില ആത്മാക്കൾ അവരെ ഫോളോ ചെയ്തെന്ന് വരും. അവരുടെ മൈൻഡിനെ അവർ റീഡ് ചെയ്തെന്ന് വരും. പിന്നെ പ്രവർത്തനം മുഴുവനും ഈ ഔട്ട്സൈഡിൽ നിൽക്കുന്ന സോളിൻ്റെ ചിന്താഗതിയും ഇതുപോലെ ഇരിക്കും ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തി പെരുമാറുന്ന രീതികൾ. അപ്പോൾ നമ്മളത് കണ്ടെത്തിയാൽ നമുക്കതിൽ നിന്ന് അവരെ റിലീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ചില സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ സത്യമായിരിക്കും? അത് എല്ലാ ഹോസ്റ്റലിലൊന്നും ഉണ്ടാവണമെന്നില്ല. അല്ല, എല്ലാ ഹോസ്റ്റലും എന്നല്ല, ഇപ്പോൾ എൻ്റെ ഒരു പരിചയത്തിൽ ഒരു കുട്ടിയുടെ ഹോസ്റ്റലിൽ ഇതുപോലെ ചെറിയ പ്രസൻസ് ഒക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അതൊക്കെ സത്യമായിരിക്കും? അത് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അത് റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പല തരത്തിലുള്ള ചലനങ്ങളും ശബ്ദങ്ങളും നമ്മൾ കേട്ടെന്ന് വരും. അതെല്ലാം ആത്മാക്കളുടേതാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചില ശബ്ദങ്ങൾ അടുത്ത് ഉള്ള സ്ഥലത്തു നിന്ന് കിട്ടുന്ന ശബ്ദങ്ങളായിരിക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ എന്തെങ്കിലും ഓർമ്മിക്കാതെ എന്തെങ്കിലും കേൾക്കുന്ന ഒരു ശബ്ദം. അതായത് അല്ല, വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല. ചില ആൾക്കാർ പറയും അവിടെ കുറച്ച് പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സത്യമുണ്ടോ? അതിൽ മിക്കവാറും എല്ലാ ലോഡ്ജിലും ഉണ്ടാവണമെന്നില്ല, എങ്കിലും ചിലതിൽ ഉണ്ട്. ഒന്ന്, ലോഡ്ജ്, ഫ്ലാറ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മുന്നേ വളരെയധികം കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ മശാനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളോ അതല്ലെങ്കിൽ ജലാശയവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന സ്ഥലങ്ങളിലോ ആയിരിക്കാം മണ്ണ് നിവർത്തി അവർ ഹോസ്റ്റലും കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നേരത്തെ ഒരു നെഗറ്റീവ് എനർജി, അതായത് പ്രസൻസുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ വിട്ട് പോവില്ല. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടാവാം. കാരണം വെച്ചാൽ പഠിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം. അവരെയൊക്കെ അത് പെട്ടെന്ന്, ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുർബലമായിട്ടുള്ള ആൾക്കാരിൽ ഇങ്ങനെ ഇത് പെട്ടെന്ന് അവർക്ക് ഇത് എഫക്ട് ചെയ്യുന്നു പറയുന്നത്, അവരിൽ പെട്ടെന്ന് ഇതാവും. ദുർബലമല്ലെങ്കിലും സാധാരണ ചില സ്ട്രോങ് ആയിരിക്കുന്ന ചില വ്യക്തികളിലും ഇത് സ്വാധീനം ചെലുത്താറുണ്ട്. പക്ഷെ അത് അവർക്ക് അറിയാൻ കഴിയില്ല എന്നേ ഉള്ളൂ.
അത് ഈ ചില ദുർമരണം നടന്ന വീട്ടിൽ, പക്ഷെ ആ വീട്ടിൽ ആൾ താമസിക്കുന്നുണ്ട്, അവിടെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ എന്നല്ല, വേറെ ചില വീടുകളിൽ ചില ആൾക്കാർക്ക് പ്രശ്നങ്ങൾ, അവിടെ ഒന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, എന്നാലും അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അത് എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ന വീട്ടിൽ ദുർമരണം നടന്നിട്ട് അവിടെ താമസിക്കുന്നവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയൊന്നുമില്ല. അവരുടെ നേരത്തെ ഉള്ള ആ ഒരു മൈൻഡിനും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, നമുക്കറിയാൻ പറ്റില്ല അത്. പക്ഷേ അത് നമ്മൾ അവിടെ ചെന്ന് അത് റീഡ് ചെയ്യാൻ നേരത്തെ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തായിരിക്കാം നമുക്ക് അതിനെക്കുറിച്ച് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അതുവരെ അറിയാൻ കഴിയില്ല. ഈ മോക്ഷം കിട്ടാത്ത ആത്മാക്കളാണോ ഇങ്ങനെ കൂടുതലായിട്ടും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? മോക്ഷം കിട്ടാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങളാണ്. ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തികളുടെ അമിതമായ ആഗ്രഹങ്ങളാണ് അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയിരുന്നാലും പൂർണ്ണമായും പോകാൻ കഴിയാതെ അവരുടെ ഒരു മൈൻഡും അവരുടെ ഒരു ഓറയൊക്കെ ഇവിടെ തങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ആത്മാവ് പോവാത്ത കാരണം ആഗ്രഹം സഫലമാകാത്തതുകൊണ്ടാണെന്ന്. എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ? എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ സഫലമായിട്ടാണോ പോകുന്നത്? എല്ലാ ആത്മാക്കളും ഇപ്പോൾ പൊതുവേ ഈ ചില അമിതമായ ആഗ്രഹമുള്ള ചില ആൾക്കാരുണ്ടാവും. കാരണം അവർക്ക് ജീവിച്ചിരിക്കണം, അവർക്ക് ഇന്ന രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ, ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം ഉള്ള ആത്മാക്കളുണ്ട്. അതിന് പ്രായമോ പരിധികളോ ഒന്നുമില്ല. അപ്പോൾ അതായിരിക്കാം ഇങ്ങനെ ചില ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില മനുഷ്യരെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അവരുടെ മൈൻഡിനെ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡുള്ളവരെ ഇവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം അവരുടെ ആഗ്രഹങ്ങളെല്ലാം അത് അവരിലൂടെ സഫലീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പിന്നെ അത് നമ്മൾ കൂടുതലും അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആത്മാവാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മാനസിക സംഘർഷത്തിൻ്റെ ഒരു ഭാഗമാണോ എന്നും കൂടെ മനസ്സിലാക്കണം. കാരണം സാധാരണ ഒരു ആത്മാവിൻ്റെ ഒരു പ്രസൻസ് ഉള്ള ഒരു സപ്പോസ് ഒരു പെൺകുട്ടിയാണെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഒരു പ്രസൻസ് അവരുടെ ബോഡിയിലുണ്ടെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെ ഒരു സൈക്കിട്രിസ്റ്ററെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ കണ്ടാലോ ആ കണ്ടേ മാത്രമേ അവർ അമ്പലങ്ങളിലൊന്നും പോകാറില്ല. ഈ കാണുന്ന സമയത്തിന് അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അത് കണ്ടുപിടിക്കാൻ വരുന്ന വ്യക്തികളത് നോട്ട് ചെയ്യേണ്ട അത്യാവശ്യ ഘടകമാണത്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ പറയാൻ പറ്റുമോ? വീട്ടിൽ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ആ വീട്ടിൽ പാല് കാച്ചിൻ്റെ തലേ ദിവസം ആ വീട്ടിനകത്ത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടതാണ്. പക്ഷെ അത് ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെയുള്ള ആരെങ്കിലും ഒരാളായിരിക്കും എന്ന്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും ആ ആൾ പോയിട്ട് തിരിച്ചങ്ങ് പോകാനായിട്ട് മറുസൈഡിൽ വാതിലോ ഒന്നുമില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടത്. അതുപോലെ നമ്മൾ റോഡിൽ വെച്ചും പല സ്ഥലത്തും വെച്ച് നമ്മൾ ചില വ്യക്തികളെ കാണും. പക്ഷേ വ്യക്തികൾ സാധാരണ വ്യക്തികളെ ആയിരിക്കില്ല. അത് നിമിഷനേരം കൊണ്ട് നമ്മളെ കണ്ണുമുന്നിൽ നിന്ന് അത് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാകണമെന്നില്ലല്ലോ. അത് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. ശരിക്കും അപ്പോൾ നമ്മളും ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കാം ശരിക്കും. അപ്പോൾ ഇത് ആത്മാക്കളൊക്കെ ഉണ്ട്, ആത്മാക്കൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ശരീരം വിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ ശരീരം മാത്രം വിടുന്നുള്ളൂ. അതിനകത്തുള്ള എനർജി എന്ന് പറയുന്നത് അതുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എനർജി അല്ലാതെ ശരീരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ശരീരം പിന്നെ സംസാരിക്കുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ സംസാരിക്കണമെങ്കിൽ അതിനൊരു ഇന്ധനം വേണം. ആ ഇന്ധനമാണ് എനർജി എന്ന് പറയുന്നത്.